തിരുവനന്തപുരത്ത് നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. തൃശൂർ കാലടിയിൽ പാമ്പ് കടിയേറ്റൊരു കുഞ്ഞ് മരിച്ച വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചെന്ന ദാരുണമായ ഒരു വാർത്ത കൂടി വരുന്നു. തിരുവനന്തപുരത്ത് ചിറയൻകീഴാണ് സംഭവം. ദീക്ഷൽ എന്നാണ് കുട്ടിയുടെ പേര്. ദീക്ഷൽ ഉറങ്ങുന്നതിനിടെയാണ് പാമ്പ് കടിച്ചതെന്നറിയുന്നു. വീട്ടിനുള്ളിൽ നിന്നും മൂർഖൻ പാമ്പിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ കോടാലിയിൽ കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചതിന്റെ ഞെട്ടൽ മാറും മുമ്പെയാണ് ഈ വാർത്ത ഇപ്പോൾ വരുന്നത്. സാന്ത്വന സജു ഉണ്ട്. സാന്ത്വന സജു, എപ്പോഴായിരുന്നു ഈ സംഭവം? കിടക്കയിൽ നിന്ന് തന്നെയാണോ ദീക്ഷലിനും കുഞ്ഞു ദീക്ഷലിനും കടിയേറ്റത്? അരുൺ, കിടക്കയിൽ നിന്ന് തന്നെയാണ് ഈ കുഞ്ഞു ദീക്ഷലിനും കടിയേറ്റിരിക്കുന്നത് എന്നുള്ള പ്രാഥമികമായ വിവരം തന്നെയാണ് നമുക്കിപ്പോൾ അവരുടെ ബന്ധുക്കളിൽ നിന്നും അടുത്ത വീട്ടിലുള്ള ആളുകളിൽ നിന്നുമൊക്കെ തന്നെയും മനസ്സിലാകുന്നത്. ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ്. തിരുവനന്തപുരം ചിറയൻകീഴിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 4 മണിയോടുകൂടി തന്നെ കുഞ്ഞ് ഉണർന്നെണീറ്റ് എൻ്റെ കാലിൽ എന്തോ കടിച്ചു എന്ന മാതാപിതാക്കളോട് പറയുകയാണ് ചെയ്തത്. പിന്നാലെ തന്നെ അവർ ഉടനെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പക്ഷേ അതിനുശേഷമാണ് ഈ കുഞ്ഞിന്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂർഖൻ പാമ്പ് കടിച്ചു തന്നെയാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന ദാരുണമായ സംഭവത്തിന്റെ ആ ഒരു മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. അതിന് പിന്നാലെയാണ് മറ്റൊരു 8 വയസ്സുകാരൻ കൂടി ഇത്തരത്തിൽ ആ പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം കടിയേറ്റ കാര്യം കുഞ്ഞ് തന്നെയാണ്. കാലിൽ എന്തോ കടിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാണ്. അച്ഛനും അമ്മയ്ക്കും ഒപ്പം കുഞ്ഞ് തന്നെയാണ് 4 മണിയായപ്പോൾ ഇവരെ വിളിച്ച് തന്റെ കാലിൽ എന്തോ കടിച്ചു എന്നുള്ള കാര്യം മാതാപിതാക്കളോട് പറയുന്നത്. ഉടൻ തന്നെ അവർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ പാമ്പ് കടി ഏറ്റതാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഉടൻ തന്നെ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ 8 വയസ്സുകാരനായ ദീക്ഷലിനെ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും കുഞ്ഞിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ദാരുണമായ വിവരം തന്നെയാണ്